Hi, good morning. Good morning, madam. Good morning, ma'am. Good morning, ma'am. വളരെ കുറവാണല്ലോ ഇന്ന് 43. ജോയിൻ ചെയ്യാൻ നേരം വൈകുന്നുണ്ടോ എല്ലാവരും? Okay, shall we start? എനർജി ഇല്ലെല്ലാം ആർക്കും? മഴ ആരോടാ? Yes, ma'am. Yes, ma'am. Yes, ma'am. ഞാൻ വിചാരിച്ചു മഴ പെയ്തപ്പോ എല്ലാവരും മഴയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇരിക്കാന്ന്. ചൂടാ മഴയൊന്നുമില്ല. ഇല്ലേ? ഭയങ്കര മഴയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇവിടെ നല്ല മഴയാണ്. നല്ല മഴ. ഇവിടെ നല്ല മഴക്കാറ് കേറിയിട്ടുണ്ട്. കുറേശ്ശെ ചാറൽ തുടങ്ങിയിരുന്നു. യെസ്, ഭയങ്കര മഴയാണ്. ഇന്നലെ രാത്രി ഐ തിങ്ക് രാത്രിയല്ല, ഒരു ഈവനിങ് 5:30 ഒക്കെ ആയപ്പോ തുടങ്ങിയ മഴയാ. നല്ല സൂപ്പർ ആയിട്ടുള്ള മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വിചാരിച്ചപ്പോ അവിടെയൊക്കെ മഴയായിരിക്കും, അതുകൊണ്ടാണ് ആരും മിണ്ടാത്ത നനഞ്ഞ പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു. എനർജി ഒന്നും ഇല്ലാതെ ഇരിക്കുന്നത് എന്താന്ന് വിചാരിച്ചു. ഐ തിങ്ക് ലാസ്റ്റ് മൺഡേ നമുക്ക് കാണാൻ പറ്റിയില്ല. സോ നിങ്ങളെ കാണാനിട്ട് എന്തോ ഒരു വലിയ ഗ്യാപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? Yes, ma'am. കഴിഞ്ഞ മൺഡേ നമുക്ക് അവധിയായിരുന്നു. സോ കഴിഞ്ഞ ക്ലാസ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒത്തിരി ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കണ്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, എല്ലാവർക്കും സുഖല്ലേ? ഓക്കെ ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വീണ്ടും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. സം പേഴ്സണൽ മെസ്സേജസ് ഇവിടുത്തെ നമ്മളുടെ ഓഫീസിലേക്ക്, അതായത് വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം നമ്മൾക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ വിസിബിൾ ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ ആളുകളെ മാത്രമേ നമുക്ക് ഇവിടെ വിസിബിൾ ആകുള്ളൂ. ചിലരുടെ മാത്രമേ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആക്കി വരുള്ളൂ. ഫുൾ എല്ലാവരെയും കിട്ടില്ലല്ലോ, ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്. അപ്പൊ ചില ആളുകൾ ഈ മൈക്ക് മ്യൂട്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. വീണ്ടും ബാക്കിയുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് എന്നുള്ള കംപ്ലൈന്റുകള് വീണ്ടും ഓഫീസിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോ നിങ്ങൾ മ്യൂട്ട് ചെയ്യാതെ നിവർത്തിയില്ല. നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇത് എല്ലാം മ്യൂട്ട് ആണോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒറ്റ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക, നിങ്ങൾ ആൻസർ കൊടുക്കുക, അപ്പൊ തന്നെ അത് മ്യൂട്ട് ചെയ്യാനും ഓർക്കുക. മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അത് മറക്കാതെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ പറയുന്ന കുറച്ചു നേരത്തേക്ക് ആർക്കും കേൾക്കില്ല, അല്ലെങ്കിൽ അവർക്ക് അത് എക്കോ പോലെ വരും. അപ്പൊ അത് ഡിസ്റ്റർബ്ഡ് ആകും. അന്നേരം എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. വീണ്ടും പറയുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ബാച്ചില് വീണ്ടും അങ്ങനത്തെ ഒരു കംപ്ലൈന്റുകൾ പേഴ്സണൽ ആയിട്ട് ഓരോരുത്തർ സെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പൊ അത് നിങ്ങളാണോ അല്ലേ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ആര് തന്നെ ആയാലും ആരാണോ അതങ്ങനെ ചെയ്യുന്നത്, അൺമ്യൂട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ അതൊന്ന് മ്യൂട്ട് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ അത് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആണ്. അതെനിക്ക് പറഞ്ഞു തരാൻ ഇനി എല്ലാ ടീച്ചർമാരും വന്ന് ഇത് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ആദ്യമേ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞു തന്ന കാര്യമാണ്. പക്ഷെ ചിലർ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആണെന്നും അവർക്ക് ക്ലാസ്സിൽ എടുക്കുന്ന ചില കാര്യങ്ങൾ, ചില പോയിന്റുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നും ഉള്ള കംപ്ലൈന്റുകളാണ് ഇവിടെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരാണ് അത് ചെയ്യുന്നതെന്നും നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞതിനോട് അതിനോട് എതിർത്ത് പറയുന്നതല്ല കേട്ടോ. ആ കംപ്ലൈന്റിന് ഒരു സൊല്യൂഷൻ നമുക്ക് വേണ്ടേ? ആ സൊല്യൂഷൻ നിങ്ങളിൽ നിന്നേ കിട്ടുള്ളൂ. ഞാൻ മ്യൂട്ട് ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഇവിടുത്തെ എന്താ പറയാ, ഇപ്പൊ എനിക്ക് പറയാനുള്ളതാണ്, സംസാരിക്കാനുള്ളത്, ടീച്ചേഴ്സിന് വന്നിട്ട് ക്ലാസ് എടുക്കാനുള്ളത്. നമ്മളെല്ലാം മ്യൂട്ട് ചെയ്യണ്ടേ? നിങ്ങൾ ഓരോരുത്തരും മ്യൂട്ട് ചെയ്യാം. അല്ലാന്ന് വെച്ചാൽ ഇനി ലാസ്റ്റ് സൊല്യൂഷൻ ഇനിയും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങനെയുള്ള ഒരു മെസ്സേജ് നമ്മുടെ ഓഫീസിലേക്ക് അവരുടെ എന്താ പറയാ വാട്സപ്പിലേക്കോ ഒക്കെ ആരെങ്കിലും സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഒറ്റ സൊല്യൂഷനെ ഇനി ബാക്കിയുള്ളൂ എന്ന് വെച്ചാൽ ഓൾ മ്യൂട്ട് അങ്ങോട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു കാര്യം പോലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയില്ല, മാഡം ആ ഒരു പോയിന്റ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ കേൾക്കില്ല. ബിക്കോസ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓൾ മ്യൂട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ വരുത്താതിരിക്കാനാണ്. അങ്ങനെ വരുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള റെസ്പോൺസ്, ഒത്തിരി സമയം നമ്മൾ അങ്ങനെ റെസ്പോണ്ട് ചോദിക്കുന്നില്ല. ഒരു കാര്യം ചോദിക്കാറുള്ളൂ, മനസ്സിലായോ, ക്ലിയർ ആയോ, ഇനി അത് പറയണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇടയ്ക്ക് ചോദിക്കാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ത്രൂ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 1 hour കൊണ്ട് ചെയ്തു തീർക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീണ്ടും നമ്മൾ എടുത്തു പറയാനും അയ്യോ മ്യൂട്ട് ചെയ്യുക, അവിടെ കേൾക്കുന്നില്ല, ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സമയമാണ് അങ്ങോട്ട് പാഴായി പോണേ. അപ്പൊ അതൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടാ. കംപ്ലൈന്റ് പറയുന്നത് എന്തുകൊണ്ട്, അവർക്കത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവർ തീർച്ചയായിട്ടും കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ ആ കംപ്ലൈന്റ് പറഞ്ഞ ആളുകളെ പറഞ്ഞതല്ല കേട്ടോ. അത് ആരാണോ, നമ്മൾ ആരുടെയും പേരൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ആരാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക, എന്റെ എന്താ പറയാ ഡിവൈസ് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണോ എന്നുള്ളത് ഒന്ന് എൻഷുർ ചെയ്യാം, ഉറപ്പുവരുത്താം. ഓക്കെ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഇവിടുന്ന് എല്ലാവർക്കും ഓൾ മ്യൂട്ട് കൊടുക്കേണ്ടി വരും. ഓൾ മ്യൂട്ട് കൊടുത്താൽ പിന്നെ ലാസ്റ്റ് ചിലപ്പോൾ ക്ലാസ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അൺമ്യൂട്ട് ആക്കുക. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ആ ടൈം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്ത ടീച്ചർ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ കഴിഞ്ഞ ക്ലാസ്സിലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാതെ പോകും. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? നമ്മളായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകാതെ നോക്കാം. ഓക്കെ, ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം ഇനി. അപ്പൊ നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ് നമ്മൾ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറച്ച് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മനീഷ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് പറയാമോ? ആഫ്റ്റർ 2 weeks ആണ് നമ്മൾ വീണ്ടും ഫേസ് ടു ഫേസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് എവിടെ വരെ ഒന്ന് എടുത്തു എന്ന് ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. മനീഷ ഇസ് ദർ? അവിടെ ഉണ്ടോ? മനീഷ ഉണ്ടോ? അപ്പൊ ഒന്ന് പറഞ്ഞേ, എവിടെ വരെ നമ്മൾ എടുത്തത്, ഏത് ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ മെൻഷൻ ചെയ്തത്? മാം ഗൈനക്കോളജിയിലെ ഒബ്സ്റ്റെട്രിക്സ് ആണ് പറഞ്ഞത് നിർത്തിയത്. അതെ, ഞാൻ അതുവരെയാണെന്നാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ് അതിനകത്ത് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ളതാണ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിഫൈൻ ചെയ്തതാണോ, എക്സ്പ്ലെയിൻ ചെയ്തതാണോ പറഞ്ഞേ? ഓക്കെ, മനീഷ അവിടെ വരെയാണ് ഓർക്കുന്നത്. സുകന്യ, ഈസ് ഇറ്റ് കറക്റ്റ്? സുകന്യ ഓക്കെ, പോട്ടെ. ജസ്മി, മനീഷ പറഞ്ഞത് കറക്റ്റ് ആണോ? അല്ല, ചില ആളുകൾ പറഞ്ഞത് ശരിയാണോ? അവിടെ വരെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് വരെയാണോ നമ്മൾ എടുത്തത്? ഗൈനക്കോളജിയിലെ ന്യൂറോളജി ഇല്ലേ, അവിടെ വരെയാണ് എടുത്തത്. ഗൈനക്കോളജിയിലെ ന്യൂറോളജിയോ? ന്യൂറോളജി ഇല്ലേ, ന്യൂറോളജി എടുത്തോ? എടുത്തു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനി പല പല ആൻസേഴ്സ് കിട്ടുമോ? ന്യൂറോളജി പറഞ്ഞു എല്ലാം ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ന്യൂറോളജി നമ്മൾ എടുക്കുന്നത് എവിടെയാന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വരെയൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിച്ചൊക്കെ ഇരിക്കുക നിങ്ങള്. നമ്മളുടെ മോക്ക് ടെസ്റ്റുകളുടെ ആൻസേഴ്സ് കൊടുക്കുന്നതിനോടൊപ്പം അതോടൊപ്പം എടുക്കുന്ന ഭാഗത്തെങ്കിലും ഒരു 3-4 പ്രാവശ്യം വായിച്ചു വെക്കാം. നമുക്ക് മോക്ക് ടെസ്റ്റില് ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻസ്, ആ എടുത്ത ഭാഗത്ത് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുള്ളൂ. ഇനി മതിയെന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അവർക്ക് ഇടാൻ പറ്റുന്ന ചോദ്യങ്ങൾ. സോ നമ്മൾ അത് എന്ത് ചെയ്യണം, ഒരു 5 പ്രാവശ്യമെങ്കിലും 1, 2, 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ള ഒരു ദിവസം. അത് അത്രയും പോലും നമുക്ക് ഒരു 3-4 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് കയറാൻ നോക്കാട്ടോ. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും എന്താ പറയാ ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ നോക്കി കാണാം. ഓക്കെ, അപ്പൊ ന്യൂറോളജി എന്ന് പറയുന്ന കാര്യം വരെ നമ്മൾ കണ്ടു. ന്യൂറോളജിയില് who is the person or who is the specialist who perform the surgery in neurology? ന്യൂറോളജിയിൽ ആരാണ് ഈ സർജറി പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്? എൽമ ഒന്ന് പറയാമോ? എൽമ? ന്യൂറോ സർജൻ.
ന്യൂറോ സർജൻ ആണ്. വെരി ഗുഡ്, ന്യൂറോ സർജൻ ആണ്. അപ്പൊ സർജിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമുള്ള സമയത്ത് ന്യൂറോ സർജനിലേക്ക് എന്ത് ചെയ്യും, റെഫർ ചെയ്യും. അപ്പൊ സർജറികൾ ഈ പറഞ്ഞ ന്യൂറോളജിസ്റ്റുകൾ ചെയ്യില്ല. ന്യൂറോളജിസ്റ്റുകൾ ഇഫ് ദർ ഈസ് എനി റിക്വയർമെന്റ് ഫോർ ദ സർജറിക്ക് വേണ്ട രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരപ്പ തന്നെ ന്യൂറോ സർജനെ റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞു പേഷ്യന്റിന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ മോണിറ്റർ ചെയ്യണം. അതായത് മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യണം. ഈ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് ഇൻ പേഷ്യന്റും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസും ഉണ്ട്. അവര് ഈ പേഷ്യൻസിനോട് ന്യൂറോളജിസ്റ്റുകൾ ദേ മേക്ക് എ കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇന്ററാക്ഷൻ നടത്തി അവരൊരു കംപ്രഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി, അതായത് മെഡിക്കൽ ഹിസ്റ്ററി മീൻസ് അവരുടെ രോഗവിവരങ്ങളും അവർ പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ട് ഈ ഹോസ്പിറ്റൽസിലെ ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്, ചിലപ്പോ മേ ബി ദാറ്റ് വരുന്ന രോഗം മറ്റെന്തെങ്കിലും ആയിട്ട് ചിലപ്പോ എന്താണ് ഒരു കണക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി അവർ തപ്പിയെടുക്കുന്നതും അല്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാകുന്നതും. അതുപോലെ തന്നെ അവരുടെ നെർവ് സിസ്റ്റത്തിനെയൊക്കെ ഒന്ന് എവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവർ ചെയ്യുക ന്യൂറോളജിയിൽ വരുന്ന പേഷ്യൻസിനെ, അല്ലെ. ഇനി മാത്രമല്ല സം എക്സ്ട്രാ എക്സാമിനേഷൻസ്, ചില കാര്യങ്ങൾ കൂടി അവര് നോട്ട് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. പേഷ്യൻസിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെയും അവർ എക്സാമിൻ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ കമ്പോണൻസ് ആണ് ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ പെടുക? എന്തൊക്കെ കമ്പോണൻസ് വരുന്നുണ്ട്? വിനിത പറയാമോ? വിമിത ഉണ്ടോ അവിടെ? ഇല്ല. തൻഹ ഒന്ന് പറയാമോ? വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഇൻക്ലൂഡിങ്? എന്തൊക്കെ ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ എക്സാമിനേഷൻസ് ആണ് അവര് അസസ് ചെയ്യുന്നത്? നമുക്ക് സെൻസേഷൻ ഉണ്ടോ, അതേപോലെ റിഫ്ലക്സസ്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ കോഗ്നേറ്റീവ് ഫങ്ഷൻ, പിന്നെ മോട്ടോർ സ്ട്രെങ്ത്, പിന്നെ ഒരു സഹകരണം, കോർഡിനേഷൻ, അങ്ങനെയുള്ള ഒക്കെ. പിന്നെ ഡയറ്റ് അല്ലെ, നടത്തിയൊക്കെ നോക്കും അവരുടെ. അതായത് ന്യൂറോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അപാകതകൾ, എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ എക്സാമിൻ ചെയ്യും. അതിൽ നിന്നാണ് അവർ കൺക്ലൂഡ് ചെയ്യുക എന്താണ് കാര്യം, പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ വരെയാണ്, ന്യൂറോളജി വരെയാണ് നമ്മൾ എടുത്തത്. ആൻഡ് ഞാൻ അതിന്റെ നോട്ട്സുകൾ തന്നിരുന്നോ? ന്യൂറോളജി തന്നു. മോട്ടോ സ്ട്രെങ്ത് ഒക്കെ എന്താന്നൊക്കെ പറഞ്ഞിരുന്നോ? തന്നു മാം. തന്നു. അപ്പൊ ഐ തിങ്ക് എവറിത്തിങ് അപ് ടു ന്യൂറോളജി ഈസ് ക്ലിയർ. ന്യൂറോളജി വരെയുള്ള എല്ലാ കാര്യങ്ങളും നോട്ട്സ് ക്ലിയർ ആണ്, അവിടെ വരെയുള്ള ടോപ്പിക് ക്ലിയർ ആണ്. ഈസ് ഇറ്റ് കറക്റ്റ് ആണോ? നിങ്ങൾ ആർക്കെങ്കിലും ഇനി ഫോളോ ചെയ്യാൻ പറ്റാത്തതുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂറോളജി വരെയുള്ള നോട്ട്സുകൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി ആരും പറയരുത് അയ്യോ ന്യൂറോളജി എഴുതിയില്ലല്ലോ, അപ്പുറത്തെ എഴുതിയില്ലല്ലോ. അതിനിടയ്ക്ക് വേറെ ആരോ എന്തോ ചോദിച്ചില്ല. ആരാത്? ഏതാ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ചോദിച്ചില്ല? ഗ്യാസ്ട്രോഎൻട്രോളജി അതാരാ ചോദിച്ചേ? എന്താ ചോദിച്ചേ? ആരോ എന്തോ ഇവിടെ ഒരു അല്ല മാം, അതിന്റെ നോട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതാ. തന്നിട്ടുണ്ട്. ഓക്കെ. ചില കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് എക്സ്ട്രാ നോട്ട്സിന്റെ ആവശ്യമുള്ളൂ. അല്ലാത്തതൊക്കെ നമുക്ക് ആ കൊടുത്തിരിക്കുന്നത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എക്സ്ട്രാ തരുന്നത് നമ്മൾ എക്സ്ട്രാ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിൽ നിന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ടേമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട്സ് ആയിട്ട് തരുന്നത്. അതെ, ന്യൂറോളജി ഒബ്സ്ട്രിക്സ് വരെ മാത്രമേ ഒബ്സ്ട്രിക്സ് മാത്രം വരെ എഴുതിയിട്ടുള്ളൂ, ന്യൂറോളജി എഴുതിയിട്ടില്ല. ന്യൂറോളജി എഴുതിയിട്ടില്ല. ന്യൂറോളജിയിലാണല്ലോ ഈ മോട്ടോ സ്ട്രെങ്ത് ഒക്കെ വന്നേ. അപ്പൊ അത് എഴുതിയെന്ന് പറഞ്ഞു. ഇല്ല, അത് കിട്ടിയിട്ടില്ല, ഇതുവരെ എഴുതിയിട്ടില്ല. മുന്നിൽ തന്നിട്ടുണ്ട് മാം, അത് മുന്നിൽ തന്നിട്ടുണ്ട്. ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലത്തില് മാം അത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലത്തില് അന്നേരം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ മോട്ടോ സ്ട്രെങ്ത് എന്താണെന്ന് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതിയിരുന്നോ? ഓക്കെ. പിന്നെ ഇവിടെ വേറെ നോക്കട്ടെ. അത് വായിക്കണോ? ഒന്ന് വായിച്ചേ ജസ്റ്റ് ഒന്ന് വായിച്ചേ എന്താ എഴുതിയേക്കണേന്ന്. Problems relating to mobility functions such as sit, stand, gait. അത്ര എഴുതിയിട്ടുള്ളൂ. അപ്പൊ കുറച്ച് എഴുതാറുണ്ട്. ഓക്കെ, നമുക്കൊന്ന് എഴുതാം കേട്ടാ. അന്ന് ന്യൂറോളജി ഒന്ന് എഴുതിയേ, ഹെഡിങ് എഴുതിയേ. ന്യൂറോളജി
ന്യൂറോളജി. ന്യൂറോളജി നമ്മുടെ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല ബ്രെയിൻ സ്പൈനൽ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോബ്ലംസിനും ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് സർവീസസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നൊക്കെയാണ് അല്ലെ. സ്പൈനൽ കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ അറിയില്ലാത്തവര്. സ്പൈനൽ കോഡ് നട്ടെല്ല്. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ PHYSICAN. അത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാം. ക്ലിയർ ആവണില്ല, ഇങ്ങോട്ട് പറയാമോ? ഫിസിക്കൽ എക്സാമിനേഷൻ ക്ലിയർ ആവുന്നില്ല പറയുന്നത്? ഇല്ല, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്. അതാ. നമ്മുടെയാണോ ഇവിടുത്തെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെയാണോ? എന്റെ ഇവിടുത്തെ പ്രശ്ന. ശരി ശരി. ഫിസിക്കൽ എക്സാമിനേഷൻ ന്യൂറോളജിന്ന് എഴുതാന്ന്. ന്യൂറോളജിന്ന് ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ താഴെ സ്പൈനൽ കോഡ് അറിയാവുന്നവർ ഇതുണ്ട്. സ്പൈനൽ കോഡ് എന്താണെന്നും ചിലർക്ക് അറിയില്ല. നട്ടെല്ല് ഒന്ന് എഴുതി വെച്ചേക്കുക. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അതിന്റെ താഴെ ഫിസിക്കൽ എക്സാമിനേഷൻ, ശാരീരിക പരിശോധന. ശാരീരിക പരിശോധന, ഫിസിക്കൽ എക്സാമിനേഷൻ. നെക്സ്റ്റ് വൺ, കോഗ്നിറ്റീവ് ഫങ്ഷൻ. കോഗ്നിറ്റീവ്, COGNITIVE, കോഗ്നിറ്റീവ് ഫങ്ഷൻ. എവിടെ ഉണ്ട് കേട്ടോ ഓരോ വാക്കിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്ട് എഴുതാം. കോഗ്നിറ്റീവ് ഫങ്ഷൻ, വൈജ്ഞാനിക പ്രവർത്തനം. വൈജ്ഞാനിക പ്രവർത്തനം നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള വിജ്ഞാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ ഒക്കെ അവര് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. അതാണ് എന്നാലാണ് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുക. വൈജ്ഞാനിക പ്രവർത്തനം, വിജ്ഞാനപരമായിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ സമീപിക്കുന്നത്, അപ്രോച്ച് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കാണിപ്പിക്കുകയോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യും. വൈജ്ഞാനിക പ്രവർത്തനം. ദെൻ നെക്സ്റ്റ് വൺ, മോട്ടോർ സ്ട്രെങ്ത്. മോട്ടോർ സ്ട്രെങ്ത്. മോട്ടോർ സ്ട്രെങ്ത് അതിന്റെ ഹൈഫൻ ഇട്ടിട്ട് ഇതാ മസിൽ സ്ട്രെങ്ത്. മസിൽ സ്ട്രെങ്ത്. വീണ്ടും ഹൈഫൻ ഇട്ടിട്ട് ഇതാ motor strength is assessed by examining the movement of examining examining the movement of muscles and joints. Muscle, MUSCLE, muscles and joint, JOINT, joint. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യൂ. Motor strength is the examination, assessment of examining the movement, MOVEMENT, movement of muscles and joints. Muscles and joints. For this purpose, the neurologist examines five types of movements by certain activities. ഓക്കെ, അതാണ് മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദെൻ എന്താണ് സെൻസേഷൻ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സെൻസേഷൻ റിഫ്ലക്സ്. സെൻസേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നത്, സ്പർശന ശേഷി എന്ന് പറയാം. സെൻസേഷൻ റിഫ്ലക്സ്.
സെൻസേഷൻ, റിഫ്ലക്സ്, സ്പർശനശേഷി. അടുത്തത് ജൈറ്റ്, GAIT, ജൈറ്റ്, നടത്തമാണ്. They have to find out whether there is any abnormalities in our walking. അത് നടത്തി നോക്കും, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് പേഷ്യൻസിനെ ഒന്ന് നടത്തി നോക്കും. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഈ പറഞ്ഞ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ നമ്മളുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്നത്. സോ നൗ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഏതാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്? നെഫ്രോളജി ആണ്. നെഫ്രോളജി. ഓക്കെ, നെഫ്രോളജി. ആ ഇനി എന്തെങ്കിലും പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഹലോ മിസ്സേ, ഇപ്പൊ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ആകെ ടെൻഷനായി പോയി. ഇവിടെ വീട്ടില് ആകെ മഴയും കാറ്റും എന്തൊക്കെയൊക്കെ വീടിന്റെ പുറത്ത് വീഴണോ ആകണോ ഒക്കെ കണ്ട് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു നിമിഷം കൊണ്ട് ഞാൻ ആകെ വിറച്ചു പോയി. ഇപ്പൊ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയണേ. ഇപ്പൊ സേഫ് ആണോ? സേഫ് ആണോ ചോദിച്ചാ കറണ്ട് പോയി. മോള് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. ചെറിയ കുട്ടിയാ, 2 വയസ്സ് കഴിഞ്ഞിട്ടില്ല. കുറച്ച് സേഫ് ആകെ ടെൻഷനായി പോയി. എന്തോ ആകെ ടെൻഷനായി പോയി. ഒരു മിനിറ്റ് കൊണ്ട് പറയാ. ഓക്കെ ആയോ? റിലാക്സ് ചെയ്യ്. ഓക്കെ ആവണം. കുറഞ്ഞോ മഴ? മഴ ഒന്ന് കുറഞ്ഞു. പക്ഷെ കാറ്റ് കുറഞ്ഞിട്ടുള്ളൂ. മഴ ഒന്ന് കുറഞ്ഞു. കുറച്ച് നമുക്ക് സേഫ് ആയ സ്ഥലത്തേക്ക് ഒന്ന് മാറിക്കോ. കാറ്റും മഴയൊക്കെ ഉള്ള ഉള്ളിൽ തന്നെയാണ്. പക്ഷെ കാറ്റും മഴയും ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഒന്നാമത് അതാ. അടുത്ത ആരും വീടുകളൊന്നുമില്ല? വീടുകളുണ്ട്, പക്ഷെ മഴ പെയ്യല്ലേ. കുട്ടി ഉണ്ടോ? തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ ഒരു കൊടയെടുത്ത് അവിടെ അടുത്തെങ്കിലും പോയി നിൽക്കാൻ പാടില്ലേ? ഒട്ടിറങ്ങാൻ പറ്റാത്ത മഴയാണോ? നോക്കട്ടെ ഇവിടെ. ഇല്ല, മഴ കുറഞ്ഞു. മഴ കുറഞ്ഞു. അങ്ങോട്ടൊന്ന് പതുക്കെ മാറ്. എവിടേക്കെങ്കിലും അടുത്ത വീടിന്റെ എവിടെയാ സ്ഥലം എവിടെയാ? പിന്നെന്താ സ്ഥലം? പെരിന്തൽമണ്ണയാണ്, മലപ്പുറം. പെട്ടെന്നൊന്ന് എന്തെങ്കിലും ചെയ്യൂ. ശരി. ഓക്കെ, അവിടെ എത്തിയിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യട്ടാ. കൊച്ചിനെ ആയിക്കോട്ടെ. എനിക്ക് പെട്ടെന്ന് പേടിച്ചു. ആകെ പേടിച്ചു. അത് ആരോടൊന്ന് പറയട്ടെ വിചാരിച്ചാ, മിസ്സിനോടൊന്ന് പറയട്ടെ വിചാരിച്ചതേ. ശരി 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 ശരി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നെഫ്രോളജി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെഫ്രോളജി എന്തിനുള്ളതാണ്? ഇറ്റ് ഫോക്കസസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് വിച്ച് അഫക്ട് ദ കിഡ്നി ആണ് അല്ലെ. കിഡ്നി പ്രോബ്ലംസിനെ എന്താ പറയാ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസിൽ അതിനെ ഡയഗ്നോസിസ് ചെയ്യുക, അതിനെ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ നെഫ്രോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ഓൾസോ ഹൈപ്പർ ടെൻഷൻ. അതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസും അതുപോലെ നമ്മുടെ ഹൈപ്പർ ടെൻഷനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഒരു പ്രതിവിധി നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ കിഡ്നി റീപ്ലേസ്മെന്റ്, റെനൽ റീപ്ലേസ്മെന്റ് മീൻസ് കിഡ്നി റീപ്ലേസ്മെന്റ് ആണ്. കിഡ്നി മാറ്റിവെക്കല് അല്ലെ, വൃക്ക മാറ്റിവെക്കൽ തെറാപ്പി അല്ലെ, കേട്ടിട്ടില്ലേ? വൃക്ക മാറ്റിവെക്കുന്നത്, അതായത് നമ്മളുടെ നമുക്ക് 2 വൃക്കകളാണ്, കിഡ്നീസ് ആണുള്ളത്. അതിന്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ അല്ലാതാകുമ്പോ അല്ലെങ്കിൽ ഫംഗ്ഷനിങ് എന്നേക്കുമായിട്ട് ഇല്ലാതെ ആയി കഴിയുമ്പോൾ അത് മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ ഒരെണ്ണമൊക്കെ വെച്ചിട്ട് രണ്ടും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലാണ് അങ്ങനെ വരുന്നത്. ഒരെണ്ണം ഫംഗ്ഷനിങ് ആണ്, പ്രോപ്പറായിട്ട് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, മറ്റതിന് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ പ്രവർത്തനം നിലച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ രണ്ടും കംപ്ലൈന്റ് ആയവർക്കാണ് നമുക്ക് അത് എന്ത് ചെയ്യേണ്ടി വരിക, റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുത്ത് അവർക്ക് അത് റിപ്ലേസ് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല ഇതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഈ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ കേൾക്കാറുള്ള ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻസ്, ഇതൊക്കെ നമുക്ക് കേൾക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ ദ നെഫ്രോളജിസ്റ്റ്. നെഫ്രോളജിസ്റ്റുകളാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. സോ വാട്ട് യു മീൻ ബൈ ഇലക്ട്രോ? അപ്പൊ നമ്മൾ പറഞ്ഞ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്
നെഫ്രോളജി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിനകത്ത് എന്തുകൂടി ഉൾപ്പെടുന്നുണ്ട് എന്നാ പറഞ്ഞ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് നമുക്ക് തോന്നും. അപ്പൊ ഇതെന്തെന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ there should be some enough എന്താ പറയാ മിനറൽസ്, പ്രോട്ടീൻസും മിനറൽസും ഒക്കെ എന്താ പറയാ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ വേണം. എന്നാൽ ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ ഇറ്റ് മേ ഗോ ഹൈ ഓർ മേ ലോ. അതായത് ചില സമയത്ത് നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ ഈ പറയുന്ന മിനറൽസ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വരിക, അല്ലെങ്കിൽ ടു ഹൈ ആയി മാറുക, അതായത് ഒട്ടും തന്നെ ഇല്ലാതെ ആകുന്ന അവസ്ഥയും വരാം. കൂടുതലാകാം, ഒത്തിരി എന്താ പറയാ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലും ഉണ്ടാകാം. അങ്ങനെ വരുമ്പോ അത് എന്തിന്റെ ഒരു എന്താ പറയാ ഒരു സിംറ്റം, ഒരു കിഡ്നി ഡിസീസസിന്റെ പ്രോബ്ലം ആണ് എന്നുള്ളത് അനുമാനിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നും പറയാം. ഡിസ്റ്റർബൻസ് ഇംബാലൻസ്, അതായത് ബാലൻസ്ഡ് ആകാത്ത ഒരവസ്ഥ. മിനറൽസ് എന്ത് സാധനവും നമ്മുടെ ശരീരത്തില് ആവശ്യത്തിനുണ്ട് അല്ലെ, ആ ഒരു ആവറേജ് ലെവൽ ഉണ്ട്. ആ ലെവല് എപ്പോഴും ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റണം. അതെങ്ങനെയാ നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൽ നിന്നും നമ്മൾ ചെയ്യുന്ന മറ്റു പല ആക്ടിവിറ്റീസിൽ നിന്നും ഒക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് കൺട്രോൾ ചെയ്യും. ഇപ്പൊ നമ്മൾ ഒത്തിരി ഫുഡ് അങ്ങോട്ട് കഴിച്ചു, അനങ്ങാതെ ഇരുന്നു, വല്ല രോഗവും വരും അല്ലെ. അപ്പൊ നമ്മൾ പറയും എന്താണ് അനങ്ങാതെ ഇരുന്നിട്ടുള്ള ജോലിയാ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതുവരെ കൊളസ്ട്രോൾ കൂടുന്നു, ഫാറ്റ് കൂടുന്നു എന്നൊക്കെ നമ്മൾ പറയാ, കൊഴുപ്പ് കൂടുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ എന്താ പറയാ 3/4 ഭാഗം അല്ലെങ്കിൽ ഫുള്ളും നമ്മളത് എന്താ പറയാ ആ കലോറീസ് ഒക്കെ തന്നെ നമ്മൾ എന്താ പറയാ എരിയിച്ച് കളയും അല്ലെ, അത് ബേൺ ചെയ്ത് കളയണം ബൈ ഡൂയിങ് സം ആക്ടിവിറ്റീസ്. എങ്ങനെ അത് ചെയ്യാൻ പറ്റാ നമുക്ക്? ഇത്തരം എന്താ പറയാ ചിലപ്പോഴൊക്കെ നമ്മൾ ഇത്തരം ഫാനിന്റെ കീഴിൽ നിന്നുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് അത് പറ്റില്ല. ഇന്നാണെങ്കിലും നമ്മളുടെ ഒരുപാട് വർക്കുകളെയൊക്കെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒത്തിരി മെഷീൻസ് എന്താ പറയാ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വർക്ക്സ് ഒക്കെ എന്താ പറയാ നമ്മളുടെ കലോറീസ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോഴാണ് ചില ആളുകളൊക്കെ ജിമ്മിൽ പോകുന്നതും വാക്കിങ്ങിന് പോകുന്നതും, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ജോലികളൊക്കെ എന്താ പറയാ നമുക്ക് പറ്റുന്ന സമയത്ത് വൈകുന്നേരങ്ങളോ അല്ലെങ്കിൽ സൺഡേ സാറ്റർഡേയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ജോലികളൊക്കെ അധ്വാനിക്കുന്നതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. അധ്വാനിക്കുന്നുണ്ട്, തലകൊണ്ട് മാത്രം അധ്വാനിച്ചാൽ നമുക്ക് ശരീരത്തിന് അതിൻ്റെതായ ഈ കാര്യങ്ങളൊക്കെ മോഡറേറ്റ് ലെവലിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഈ മിനറൽസിന്റെ അളവ് ഇഫ് ഇറ്റ് ഈസ് ടു ലോ ഓർ ഇറ്റ് ഈസ് ടു ഹൈ, ഇത് രണ്ടുമാണെങ്കിലും പ്രശ്നമാണ്. അതിനെയാണ് നമ്മൾ ഇംബാലൻസ്, ആ ബാലൻസ് തെറ്റുക എന്നാണ് പറയാ. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. അത് മേ ബി ഒരു കോസ് ആകാം, ഏത് കിഡ്നി ഡിസീസസിന്റെ കാരണമാകാം. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. ദെൻ ഹൈപ്പർ ടെൻഷൻ. എന്താണ് ഹൈപ്പർ ടെൻഷൻ? രക്തസമ്മർദ്ദം എന്ന് വിളിക്കും അല്ലെ. അത് നമ്മള് ഹൈപ്പർ ടെൻഷൻ HT എന്ന് വിളിക്കാം, അതിനെ ഷോർട്ടായിട്ട് HTN എന്ന് വിളിക്കുന്നുണ്ട്, HPN, ഏത് ഷോർട്ട് ഫോംസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം, കാരണം അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാ മെഷർ ചെയ്യുക? ഹൈപ്പർ ടെൻഷൻ നമ്മൾ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ചുമ പനിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ആഫ്റ്റർ എൻ ഏജ്, ഒരു പർട്ടിക്കുലർ ഏജ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വേഗം തന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പ്രഷറൊക്കെ നോക്കും അല്ലെ. അപ്പൊ ഒരു പ്രഷറിനും ഇതുപോലെ തന്നെ ഒരു നോർമൽ സ്റ്റേജ് ഉണ്ട്. 190, 90, 110 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ 130, 90, 140, 100, 150, 110 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെവൽ ഉണ്ട്. അത് നമ്മളുടെ ഏജിനനുസരിച്ചിട്ടാണ്. ഏജിനനുസരിച്ച് ഇത്ര പാടുള്ളൂ എന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെയല്ല. അതിന്റെ ഏജ് ഡിഫറൻസ് അനുസരിച്ച് ഈ പറയുന്ന ലെവലില് 130, 90 എന്നൊക്കെ പറയുന്ന ആ ലെവലിലും ഡിഫറൻസ് ഉണ്ട്. കുട്ടികൾക്ക് വേറെയാണ്, വലിയവർക്ക് വേറെയാണ്. അപ്പൊ അതാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന എന്താ പറയാ ഇതിനെയാണ്, അതായത് കൂടുതലും കുറവൊക്കെ വരുന്നത് ഉണ്ടാകുന്നതാണ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടൊക്കെയാണ് ഈ സംഭവം ഉണ്ടാകുക. നമ്മുടെ BP ഇല്ലേ, ബ്ലഡ് പ്രഷർ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാകുക. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്താ പറയാ ഈ ഒരു ഇതുമായിട്ട് നമ്മളുടെ എന്താ പറയാ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഇത്തരം ട്രീറ്റ്മെന്റുകളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് നെഫ്രോളജി? ഇറ്റ് ഫോക്കസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് വിച്ച് അഫക്ട് അവർ കിഡ്നി ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിനകത്ത് വരുന്ന മറ്റ് എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും അതുപോലെ തന്നെ നമ്മളുടെ ഹൈപ്പർ ടെൻഷനും ഇവിടെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ഓൾസോ റിനൈൽ റിപ്ലേസ്മെന്റ് തെറാപ്പികളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റേഷൻ. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്താണെന്ന് ക്ലിയർ പറഞ്ഞത് മനസ്സിലായോ? നോട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞുതരാം.
ഇത്രയും മനസ്സിലായി. ഓക്കെ നോട്ട് ചെയ്യാൻ പറയാം. മിനറൽസ് നമ്മുടെ ശരീരത്തിൽ എന്താ പറയാ ആവശ്യത്തിനാണ് എല്ലാം വേണ്ടത്. പ്രോട്ടീൻസ് ആവശ്യത്തിന്, മിനറൽസ് ആവശ്യത്തിന്, എന്താ പറയാ ബ്ലഡ് ആവശ്യത്തിന്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ഫാറ്റ് ആവശ്യത്തിന്, കൊളസ്ട്രോൾ ആവശ്യത്തിന്, എല്ലാം ആവശ്യത്തിന് വേണം. തൈറോയിഡ് ആവശ്യത്തിന്. ഇതൊരു നോർമൽ സ്റ്റേജിൽ ഇഫ് ഇറ്റ് ഗോസ് അപ്പ് ഓർ ഗോസ് ലോ, ഇത് കൂട്ടിയാലും കുറഞ്ഞാലും അത് ഇംബാലൻസ് ആകും. അപ്പൊ മിനറൽസ് കൂടുതലോ കുറയോ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇംബാലൻസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് വിളിക്കുക. അത് ഈ പറയുന്ന പോലെ കിഡ്നി ഡിസീസസിന് ഒരു കാരണമാകാം എന്നാണ് പറഞ്ഞത്. ഒരു കാരണമാകാം, ഇത് മേ ബി എ കോസ് എന്ന് പറഞ്ഞേക്കണേ. ഓക്കെ. പിന്നെ പറഞ്ഞത് നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ ആണ്. അത് ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ്. അപ്പൊ BP കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചില ആളുകൾക്ക് പെട്ടെന്ന് എന്താ പറയാ ടെൻസ്ഡ് ആകുക. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ ഒരാള് ചെയ്തു അല്ലെ, അത് നമ്മള് എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് അത് എങ്ങനെ വന്നാലും അത് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അവർ അത്രയും കേൾക്കുമ്പോ. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആരാ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നേ? മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ ഒരു ലെവല് ഹൈപ്പർ ടെൻഷന്റെ എന്താ പറയാ ലെവല് HP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HTN അല്ലെങ്കിൽ HBN എന്നൊക്കെ പറയുന്നത്, നമ്മൾ അത് ഏജ് ലിമിറ്റ് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. ആ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾക്ക് ഇത്ര വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു നോർമൽ. ഇഫ് അത് കൂടുതലോ കുറവോ ആയി കഴിയുമ്പോൾ അത് BP അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പർ ടെൻഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി റിനൈൻ റിപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ കേട്ടല്ലോ, വൃക്ക മാറ്റി വെക്കുന്നതാണ്. അത് റീപ്ലേസ് ചെയ്യാൻ നോർമൽ ആയിട്ടുള്ള എന്താ പറയാ ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണല്ലോ നമ്മുടെ ഇത് ചെയ്യുന്നത്, കിഡ്നിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് എന്തെങ്കിലും തരത്തില് വർക്കിംഗ് ആയില്ലെങ്കിൽ, നല്ല രീതിയിൽ വർക്കിംഗ് ആയില്ലെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്ത് മാറ്റി സ്ഥാപിക്കേണ്ടതും ഒക്കെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ നോട്ട് ചെയ്താ ക്ലിയർ. ഓക്കെ, സോ റൈറ്റ് ഡൗൺ. പെട്ടെന്ന് എഴുതിക്കോട്ടാ. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതാം. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഇറ്റ് ഒക്കേഴ്സ്, ഇറ്റ് ഒക്കർ, OCCURS, ഇറ്റ് ഒക്കേഴ്സ് when you have too much, TOO, രണ്ടോ ഉണ്ട്, too much or not enough, കുറവാകുക, ഇല്ല ഉണ്ടാകുക, അതായത് ആവശ്യത്തിനില്ലാതെ വരിക, or not enough of certain minerals, മിനറൽസിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിക്കോ. ആ മിനറൽസിനെ എടുത്ത് പറയുന്നുണ്ട് സോഡിയം ഓർ പൊട്ടാസ്യം ഒക്കെയാണ് കേട്ടോ. സോഡിയം ഓർ പൊട്ടാസ്യം ആ മിനറൽസിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ. അങ്ങനെയുള്ള മിനറൽസ് സോഡിയം പൊട്ടാസ്യം, സോഡിയം കുറഞ്ഞു പോകുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടിപ്പോകുക, പൊട്ടാസ്യം അതുപോലെ തന്നെ. ഓക്കെ, അതാണ് സോഡിയം ഓർ പൊട്ടാസ്യം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇൻ അവർ ബോഡി. എക്സ്ട്രാ എഴുതി തരുന്ന നോട്ട് പഠിക്കണം. അതാ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ നോട്ട് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് ആണുള്ളത്. എടുത്തു പറഞ്ഞ് അല്ലെങ്കിൽ എഴുതി തരുന്ന നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് കാണുന്ന ചില വിഭാഗങ്ങളിൽ നിന്ന്, ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും അവിടുന്ന് നമ്മൾ നോക്കിയിട്ടാണ് ഇതിന്റെ എക്സ്ട്രാ എക്സ്റ്റൻഡഡ് നോട്ട് നിങ്ങൾക്ക് തരുന്നതെന്ന് ഓർക്കണേ. ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് മേ ബി എ സൈൻ, SIGN. It may be a sign of kidney disease. It may be a sign of kidney disease. Full stop. Next one, hypertension. Underline here. It is also called blood pressure. It is also called blood pressure. Full stop. If the blood pressure increase the limit, കൂടുന്നത് കേട്ടാ, increase the limit, it is called, if the blood pressure increase the limit, it is called hypertension. It is called hypertension.
Full stop. It depends upon the age. It depends upon the age. It is abbreviated as. It is abbreviated as. സ്പെല്ലിംഗ് ഒന്ന് പറയോ മാം? Abbreviated ABB REVIATED. Abbreviated as HT. Capital letters say them. HT, comma HTN, comma HPN. ക്ലിയർ ആയില്ല മാം, ക്ലിയർ ആവുന്നില്ല. HT. It is abbreviated as HT. Capital letters le idana H-um T-um. HT, comma HTN, comma HPN. HTN, HPN. Full stop. Okay, next one. അടുത്ത ഒരു കൂടി ഇത് renal replacement therapy. RENAL. Renal replacement therapy. ബ്രാക്കറ്റിൽ അതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്, RRT എന്ന് എഴുതണേ. റിനൈൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, അത് തന്നെ ഷോർട്ട് ഫോമിൽ എഴുതാം, RRT. വൃക്ക മാറ്റിവെക്കൽ എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. വൃക്ക മാറ്റിവെക്കൽ, റിനൈൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. This therapy replaces the normal blood filtering function. Normal blood filtering function. This therapy replaces the normal blood filtering function of kidneys. It is used when kidneys are not working well. It is used when kidneys are not working well. WORKING, working well. കിഡ്നികൾ നല്ലതായിട്ട് പ്രവർത്തിക്കാത്ത സമയത്താണ് നമുക്ക് ഈ ഒരു റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയുടെ ആവശ്യം വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ആവശ്യമുള്ളൂ നമുക്ക് എക്സ്ട്രാ നോട്ടായിട്ട്. സോ നൗ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ന്യൂക്ലിയർ മെഡിസിൻ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇതെന്താ പറയാ, ഇതൊരു ഇമേജിംഗ് ആണ്. ഇമേജിംഗ് നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്താറില്ലേ? ലാബ് ടെസ്റ്റും ഉണ്ട്, അല്ലാതെ തന്നെ മറ്റ് റേഡിയോളജി പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ? റേഡിയോളജിയിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സിനെയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യിപ്പിച്ചിട്ടാണ് അവര് ഏതെങ്കിലുമൊക്കെ ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഇന്നർ പാർട്സിൽ, ഉള്ളിലുള്ള ഓർഗൻസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇവിടെ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഇമേജിംഗ് സിവിയറിറ്റി ഓഫ് എ ട്രീറ്റ്മെന്റ് ഓർ വെറൈറ്റി ഓഫ് ഡിസീസസ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ഗുരുതരമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ ഇമേജിങ്ങിലൂടെ, അതായത് നമുക്കത് എന്താ പറയാ, ഇങ്ങനെ കടത്തി വിടുമ്പോൾ നമ്മൾ അതിന്റെ ആ ഒരു പാസ് ചെയ്യുന്ന സ്ഥലത്ത് അവര് ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രുമെന്റിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഒരു ചെറിയ നമുക്ക് എന്താ പറയാ അവരുടേതായ രീതിയിലുള്ള ചെറിയ ക്യാമറാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇതിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ പോകുന്ന വഴിയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, നമ്മുടെ മോണിറ്ററിൽ അവർക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ കൂടി നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് നമുക്ക് ഈ പാസ് ചെയ്യുന്ന വഴി അവർക്കത് അവരവരുടെ സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് അവർക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു രീതിയാണ്. അതാണ് നമ്മളുടെ മെഡിക്കൽ ഇമേജിംഗ് രീതി കേട്ടോ. മെഡിക്കൽ ഇമേജിംഗ് ആണ്. അവിടെ ഇമേജ് നോക്കിയിട്ടാണ്, അതായത് ഉള്ളിൽ കൂടി കടന്നു പോകുന്ന എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെയാണ്. അപ്പൊ കുറച്ച് ഗുരുതരമായിട്ടുള്ള ഡിസീസസ് അല്ലെങ്കിൽ എന്താ പറയാ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഡിസീസസ് ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിൻസിലൂടെ ഇന്ന് എന്താ പറയാ കൊടുക്കുന്നുണ്ട് ട്രീറ്റ്മെന്റുകൾ.
അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളുടെ വേരിയസ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഹാർട്ട് ഡിസീസസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈൽ ഡിസീസസ് ഇല്ലേ, നമ്മുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൊണ്ടോ അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് എല്ലാത്തിനും എന്തെങ്കിലും വയറിനകത്ത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ തന്നെ ഓടി ചെന്നിട്ട് വയറ് കീറാൻ പറ്റില്ലല്ലോ, എപ്പോഴെപ്പോഴും കീറാൻ പറ്റുമോ? ഇല്ല. ഇന്ന് ഒത്തിരി ടെക്നോളജീസ് ഉണ്ട്. അല്ലാതെ തന്നെ പണ്ടൊക്കെ എല്ലാത്തിനും ഇങ്ങനെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഒത്തിരി ഡെവലപ്ഡ് ആയി ടെക്നോളജി. അവര് അപ്പൊ എന്ത് ചെയ്യാണ്, ഈച്ച് ആൻഡ് എവറിത്തിങ്ങിന് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും പ്രശ്നങ്ങളും ഇല്ലാത്തതും ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം ചെറിയ ഒരു മെറ്റീരിയൽ, ഒരു തരം മെഡിസിൻ ആണ്. ആ ഒരു ഇമേജിംഗ് ടെക്നോളജിയിലൂടെ ദേ കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഇൻസൈഡ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓർഗൻസിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഇത്തരം ഇമേജസിലൂടെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് വിളിക്കുന്നത്. ക്യാൻസേഴ്സിൽ ഉപയോഗിക്കാം, ഹാർട്ട് പ്രോബ്ലംസിന് ഉപയോഗിക്കാം, പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റത്തിന് ഉപയോഗിക്കാം, പിന്നെ പറയാ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഞരമ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം. എന്ത് അബ്നോർമാലിറ്റീസ് ഇൻ അവർ ബോഡി, എന്ത് തരത്തിലുള്ള അബ്നോർമാലിറ്റീസിനും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻ ആണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദേ യൂസ് ന്യൂക്ലിയർ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വിച്ച് ഈസ് കോൾഡ് റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് എന്നാണ് നമ്മൾ അതിന് വിളിക്കാം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഇമേജിംഗ് ചെയ്യാനായിട്ട്, ശരീരത്തിലേക്ക് കടത്തിവിടാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സാധനമാണ്. അതിനെ നമ്മൾ റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്ന ഈ ന്യൂക്ലിയർ മെഡിസിൻസ് അല്ലെങ്കിൽ ഇത്തരം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സ് ഉപയോഗിച്ച് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങളുടെ പേരുകളൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ, പിന്നെ എന്താ പറയാ ഫ്രം സം ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ രീതിയിലൂടെ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്ന ചില ഡിസീസസിന് എക്സാമ്പിൾസ് ആണ്. ഈ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്ന രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന റേഡിയോ ആക്റ്റീവ് മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന ചില ഡിസീസസിന്റെ പേരാ പറഞ്ഞത്. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് എന്ന് ചിലപ്പോൾ മേ ബി ഗോയിങ് ടു അല്ലെങ്കിൽ അത് അടുത്ത സ്റ്റേജിൽ അത് ക്യാൻസറസ് ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തൈറോയിഡ് ക്യാൻസർ, അതുപോലെ ലിംഫോമാസ് എന്താണെന്ന് എഴുതി തരാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ബോൺ പെയിന് പിന്നെ മാത്രമല്ല നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസോർഡേഴ്സും ഇതൊക്കെ നമുക്കിവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി ലിംഫോമാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്യാൻസർ ആണ്. നമ്മുടെ WBCനെ അഫക്ട് ചെയ്യുന്ന ബ്ലഡ് ക്യാൻസേഴ്സ് ആണ് കേട്ടോ. WBC എന്താ? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ, WBC കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ മിക്കപ്പോഴും WBC ചെക്ക് ചെയ്യണം അല്ലെ, RBC ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില ടെസ്റ്റുകളൊക്കെ നടത്താൻ ലാബിലേക്ക് പോകുമ്പോൾ അവര് എഴുതി വെച്ചേക്കണേല് WBC എന്നും RBC എന്നും കേട്ടിട്ടുണ്ടല്ലോ. RBC എന്താ ഇപ്പൊ? WBC വൈറ്റ് ബ്ലഡ് സെൽസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇതൊക്കെ കണ്ടെത്താൻ അതുപോലെയുള്ള ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഒക്കെ ഡയഗ്നോസിസ് ചെയ്യുന്നത് ഈ റേഡിയോ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിച്ചിട്ടാണെന്നുള്ള കാര്യം മറക്കണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യാതെ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ആയിരിക്കും ഈ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയലിൽ ആ ഒരു വസ്തു എന്താണോ അതിനകത്ത് അവര് ഒരു സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്യാമറാസ്. ഇപ്പൊ നമ്മുടെ ഫോണുകളിലൊക്കെ ക്യാമറ ഉണ്ട് അല്ലെ, നമ്മുടെ ഫോണിൽ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ക്യാം ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കും, ബാക്ക് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും അല്ലെ. അപ്പൊ അതിനകത്ത് എത്രത്തോളം ചെറിയ ഒരു ക്യാമറ ആണ്, പക്ഷെ അത്രയും കൂടിയല്ല, അതിനേക്കാൾ ചെറിയ വളരെ സ്പെഷ്യൽ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത്തരം ഇന്നർ ഓർഗൻസിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്യാമറാസ് ആയിരിക്കും ഇവരതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ന്യൂക്ലിയർ മെഡിസിൻസിൽ ഉപയോഗിക്കാം. അപ്പൊ അത് ഉപയോഗിച്ച് ട്രേസ് അല്ലെങ്കിൽ ഈ പറയുന്ന രോഗിയുടെ അസുഖം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവര് ഈ IV ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടേ അതിൽ കൂടിയൊക്കെ കടത്തി വിട്ടിട്ടൊക്കെയാണ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ചില 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി, സ്പെക്ട് എന്ന് അതിനെ ഷോർട്ട് പറയും. അതുപോലെ തന്നെ പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, പെറ്റ്. ഇതൊക്കെ 2 തരത്തിലുള്ള മോസ്റ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ മോഡലായിട്ട് അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ മെഡിസിൻസിന്റെ 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. അതിന്റെ 2ന്റെ ഉദാഹരണവും അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ എക്സ്പാൻഡഡ് ഫോമും പഠിക്കാൻ മറക്കണ്ട. സ്പെക്റ്റും പെറ്റുമാണ്. സ്പെക്ട് എന്താണ്? സിംഗിൾ ഫോട്ടോ. ഇന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഈ 2 സാധ്യതകളാണ് ന്യൂക്ലിയർ മെഡിസിൻസിൽ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 2 ആണെന്നാണ് പറയുന്നത്. ഏതാണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർഡ് ടോമോഗ്രഫി, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്പെക്ട് ആണ്. പെറ്റ് എന്ന് പറയുന്നത് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ആണ്.
അപ്പൊ പെറ്റാണ്. അത് 2 തരത്തിലുള്ള സ്കാൻസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഇവര് കടത്തി വിട്ടിട്ട് ആ ഒരു മെഡിസിൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, പേഷ്യന്റിന്റെ അതായത് രോഗിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന 2 പുതിയ മെത്തേഡാണ്. ന്യൂ മൊഡാലിറ്റീസ് ആണ് കേട്ടോ. ഇമേജിംഗ് മൊഡാലിറ്റീസ് അല്ലെങ്കിൽ ന്യൂ മൊഡാലിറ്റീസ് എന്ന് പറയാം. ഇമേജ് എടുത്തിട്ട് ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഈ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഉപയോഗിച്ച് ഇമേജ് നമ്മുടെ മോണിറ്ററിൽ അവര് കണ്ട് അതിൽ നിന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സ്പെക്ട് ആൻഡ് പെറ്റ് മറക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് ന്യൂക്ലിയർ മെഡിസിൻ. അപ്പൊ നമ്മള് ഈ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ബോഡീന്റെ അകത്തുനിന്ന് പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡ് എടുത്തിട്ട് നമ്മൾ ലാബില് കെമിക്കൽ ലാബിൽ എന്ത് ചെയ്യുന്നു, ടെസ്റ്റുകൾ ചെയ്യുന്നു അല്ലെ. അവര് മൈക്രോസ്കോപ്പിലൂടെ ഒക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് എടുക്കാം, നമ്മുടെ ബോഡി ഫ്ലൂയിഡുകൾ, നമ്മളുടെ എന്താ പറയാ പല ഫ്ലൂയിഡ് ഉണ്ട് നമ്മുടെ അകത്ത്. യൂറിൻ ഉണ്ട്, ടെസ്റ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ യൂറിൻ ഉണ്ട്, നമ്മളുടെ സ്റ്റൂൾ ഉണ്ട്, അതൊക്കെ എടുത്തിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതുണ്ട്. പിന്നെ അത് കൂടാതെ പല നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന പല സാധനങ്ങളുണ്ടല്ലോ, ബോഡി ഫ്ലൂയിഡുകളൊക്കെ, അതൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടാണ് അതിന്റെ ടെസ്റ്റിങ്സ് നടത്തുക. പക്ഷെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇത്തരം ന്യൂക്ലിയർ മെഡിസിൻസ് അകത്തേക്ക് അത് എന്താ പറയാ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ മെഡിസിൻസ് ഉപയോഗിച്ച് ഈ ഒരു ചെറിയ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ഒക്കെ വെച്ചിട്ട് ഇമേജിംഗ് നടത്തി ഡയഗ്നോസിസ് ചെയ്യുന്ന രീതിയാണ്. രണ്ടാണ്. ഒന്ന് അകത്തേക്ക് കയറ്റി വിടുന്നു, ഒന്ന് അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. ലാബ് ടെസ്റ്റുകളൊക്കെ അതാണ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ അത് വേഗം ഒന്ന് നോട്ട് ചെയ്തോളാം, സമയം പോകണ്ട. അതിനകത്ത് കുറച്ച് എഴുതാനുണ്ട് നമുക്ക്. ന്യൂക്ലിയർ മെഡിസിൻസിൽ എഴുതാം. റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് അത് എഴുതാം കേട്ടാ. റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ്, റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ്, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ആണത്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. A group of pharmaceutical drugs. A group of pharmaceutical drugs. A group of pharmaceutical drugs containing radioactive isotopes. Containing radioactive isotopes. ISOTOPES, isotopes. Radioactive isotopes. Next one, hyperthyroidism. Ma'am, active isotope. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക, റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് വിളിക്കുക. ഹൈപ്പർ തൈറോയിഡിസം. എന്താ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം ഇല്ലേ? 2 രീതിയിലില്ലേ? തൈറോയിഡ് കൂടുന്ന അവസ്ഥയല്ലേ ഹൈപ്പർ തൈറോയിഡിസം? തൈറോയിഡ് കൂടുതലുള്ളത് ഹൈപ്പർ കേട്ടാ. ഹൈപ്പോ എന്ന് പറയുമ്പോ കുറവുള്ളത്. അത് കോമൺ സുഖമായി അല്ലെ, എല്ലാവർക്കും കേൾക്കുന്നവർക്കൊക്കെ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം. ഇത് രണ്ടിലും മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ എങ്ങനെയാ? എന്താ ഇതിന്റെ വല്ലൊരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? പെട്ടെന്നേ ചില ആൾക്കാരെ കാണുമ്പോ നമുക്ക് തൈറോയിഡ് ഉണ്ടോ, തൈറോയിഡ് ഇല്ലേ, കുറവാണോ കൂടുതലാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നല്ലതായിട്ട് വണ്ണം വെക്കും. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക് എന്ത് പറ്റും? വണ്ണം വെക്കോ കുറയോ? വണ്ണം വെക്കും. ഹൈപ്പർ കൂടുതലുള്ളവര് മെലിയും മാം. എന്ന് പറയുമ്പോ കൂടുതലുള്ളവർക്ക് മെലിയും. അതായത് അവരുടെ ശരീരത്തിൽ കുറെ തൈറോയിഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. തൈറോയിഡ് ഗ്ലാൻഡ് ഒത്തിരി തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവരുടെ വണ്ണം കുറയാണ് ചെയ്യുന്നത്. ഹൈപ്പോ എന്ന് പറയുന്നത് അവിടെ തൈറോയിഡിന്റെ ഉത്പാദനം കുറവാ, പ്രൊഡക്ഷൻ കുറവാ. സോ അവരാണ് ഈ എന്ത് ചെയ്യുന്ന വീർപ്പ് വരുന്നത്, അതായത് കുറച്ച് വണ്ണം വെച്ച് വരിക. അപ്പൊ ഓക്കെ, എല്ലാവർക്കും കുറെ പേർക്കൊക്കെ അറിയാം, കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനത്തെ അറിയാൻ പറ്റുമല്ലോ അല്ലെ. ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഹൈപ്പർ തൈറോയിഡിസം എന്ന് എഴുതാം. ഒരു ഹൈഫൻ ഇടാം. happens 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 when thyroid gland produces മാം ഇത്തിരി സ്ലോവിൽ പറയാവോ? happens when thyroid gland
thyroid glands produces too much of TOO. രണ്ടോ ഉണ്ട് കേട്ടാ. Too much of thyroid hormones. Too much of thyroid hormones. സ്ക്രീൻ കാണുന്നില്ലേ? എന്താ അത്? നെറ്റ് പ്രശ്നമായിരിക്കാം. പിന്നെന്താ? Too much of thyroid hormones. Full stop. It is also called overactive thyroid. അങ്ങനെയും പറയാം അതിനെ. Overactive thyroid. അടുത്തത് ലിംഫോമാസ്. സ്പെല്ലിംഗ് കൂടെ ഒന്ന് പറയൂ മാം. LYPHOMAS. ലിംഫോമാസ്. MAS. LY അവിടെ ഉണ്ടല്ലോ നിങ്ങളുടെ നോട്ടിൽ. LYMPHOMAS. ലിംഫോമാസ്. A type of blood cancer. A type of blood cancer that affects WBC അറിയില്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കാം. വൈറ്റ് ബ്ലഡ് cells. Type of blood cancer that affect WBC. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയേക്കാം വൈറ്റ് ബ്ലഡ് സെൽസ്. ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ എന്തെങ്കിലും സിംറ്റംസ് അറിയാമോ? അതുകൊണ്ട് അത് എങ്ങനെ നമുക്ക് പ്രകടമായ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഹൈപ്പർ തൈറോയിഡിസംകാരം എന്താ ചെയ്യാ? ഒന്ന് പറഞ്ഞല്ലോ, വെയിറ്റ് ലോസ്, ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. ഹൈപ്പോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ഫാറ്റി ആകും അല്ലെ, വണ്ണം വെക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടാവും? ഹെയർ ഫാളിങ്. ഹെയർ ഫോൾ വരും. അത് രണ്ടിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താ കൈവിറക്കലൊക്കെ ഇല്ലേ? ഹാൻഡ് ട്രമേഴ്സ് കേട്ടാ. ഹാൻഡ് ട്രമേഴ്സ് അവിടെ എന്താ അതോ അവിടെ വീങ്ങത്തില്ലേ? എല്ലാവർക്കും അങ്ങനെ വീങ്ങണ്ടോന്ന് എനിക്ക് അത്ര ഡൗട്ട് ഉണ്ട്. ഹൈപ്പർ വരുന്നവർക്ക് പുറത്തേക്ക് തള്ളി വരിക. അത് എല്ലാവർക്കും പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഹൈപ്പർ പിന്നെ ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് വരും. കിതപ്പൊക്കെ പെട്ടെന്ന് പീരിയഡ്സ് ഒക്കെ ചേഞ്ച് ആവും. അത് തന്നെ. പീരിയഡ്സിന്റെ ആ ഒരു ഡ്യൂറേഷനിലൊക്കെ വ്യത്യാസം വരും. ഓക്കെ. പ്രഗ്നൻസി ടൈമിൽ പ്രോബ്ലംസ് ഉണ്ടാവും. ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെന്താ ഇതിനകത്ത്? ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ കേട്ടോ. സ്പെക്റ്റും അതുപോലെ തന്നെ പെറ്റും. അതിന്റെ ഫുൾ ഫോംസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതിപ്പോ നമുക്ക് എഴുതണോ? വേണമെങ്കിൽ എഴുതി വെച്ചേക്ക. സ്പെക്റ്റ് എന്ന് എഴുതാം. SPECT. പ്രാവശ്യം എഴുതുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ പതിഞ്ഞോളും. അത് സ്പെക്റ്റ് എന്ന് എഴുതാൻ ഒരു ഹൈഫൻ ഇടാം. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. ഒന്നുകൂടെ പറയൂ മാം. സിംഗിൾ ഫോട്ടോൺ PHOTON ഫോട്ടോൺ. എമിഷൻ EMISSION എമിഷൻ. കമ്പ്യൂട്ടഡ് COMPUTED കമ്പ്യൂട്ടഡ്. ടോമോഗ്രഫി TOMOGRAPHY. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. സ്പെക്റ്റ്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ PET. PET. പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഫുൾ ഫോം എഴുതുമ്പോ ആദ്യത്തെ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണേ. ഫുൾ ഫോം എഴുതുമ്പോ
അബ്രീവിയേറ്റഡ് ഫോം എഴുതുമ്പോ എല്ലാ ലെറ്റേഴ്സും ഫുൾ എന്താ പറയാ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി എടുക്കാം. അവിടെ ഒരു 5 minutes കൂടി ബാക്കിയുണ്ട്, നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, ഓങ്കോളജി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഓങ്കോളജി? പറഞ്ഞിട്ടുണ്ടല്ലോ. ഓങ്കോളജി ഏത് ഡിപ്പാർട്ട്മെന്റാ? ഓൾ കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ് അല്ലെ, എല്ലാ തരത്തിലുള്ള ക്യാൻസേഴ്സിനെയും ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല ഇറ്റ് ഓൾസോ പ്രൊവൈഡ് വൈഡ് റേഞ്ച് ഓഫ് കീമോതെറാപ്പി ട്രീറ്റ്മെന്റ്, റേഡിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ക്യാൻസറസ് ട്യൂമേഴ്സ് ആൻഡ് ഓൾസോ ബ്ലഡ് ഡിസോർഡേഴ്സ്. ഒരുപാട് റേഞ്ച് ഉണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ട്രീറ്റ്മെന്റ് മാത്രമല്ല നടക്കുക, ഡയഗ്നോസിസ് ചെയ്യണം, പഠിക്കണം, ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം, അത് അറിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് പഠിക്കണം, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അത് പ്രിവെന്റ് ചെയ്യണം, വരാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണ്ടേ. അപ്പൊ ഈ പ്രിവെൻഷനും കൂടി നടക്കുന്നുണ്ട് അല്ലെ. ചില രോഗങ്ങൾക്ക് നമുക്ക് പ്രിവെൻഷൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അല്ലെ. എന്നാൽ ഇതുപോലെ ക്യാൻസേഴ്സ് കണ്ടുപിടിക്കപ്പെട്ടത് അത് പ്രിവെന്റ് ചെയ്യാനുള്ള ചില സ്റ്റെപ്സ് കൂടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഓൾ കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സും അതുപോലെ വൈഡ് റേഞ്ച് ഓഫ് കെമോതെറാപ്പി ട്രീറ്റ്മെന്റ്, റേഡിയോതെറാപ്പി ട്രീറ്റ്മെന്റ്, ക്യാൻസറസ് ട്യൂമേഴ്സ്, ബ്ലഡ് ഡിസോർഡേഴ്സ് ഓൾസോ ഈസ് ട്രീറ്റഡ് അണ്ടർ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇത് എന്താ പറയാ, ഇതൊരു സ്പെഷ്യൽ ആയിട്ട് ഓടി അങ്ങോട്ട് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി ചെല്ലാറില്ല അല്ലെ. ഇത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സജസ്റ്റ് ചെയ്ത് വരുന്ന പേഷ്യൻസ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരിക. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന ചില ആൾക്ക് അല്ലെ അങ്ങനെ ഉണ്ടാകും. അപ്പൊ കുറെ ദിവസമൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ തലവേദനയല്ലേ, അപ്പൊ ഒന്നില്ലെങ്കിൽ ENT കണ്ണിന്റെ പ്രശ്നം കൊണ്ട് തലവേദന വരാം, ENT കാണിക്കുന്നു, അല്ലെങ്കിൽ ഫിസിഷ്യനെ കാണിക്കുന്നു, അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ന്യൂറോളജിനെ കാണിക്കുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങി നടക്കും. കുറെ ദിവസം കുറെ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ കൊണ്ടുനടക്കും. ചില കിട്ടുന്ന മരുന്നുകൾ കഴിക്കുക, കിട്ടുന്ന മരുന്ന് ബാമുകൾ വാങ്ങി പുരട്ടുക അല്ലെ, കുറെയൊക്കെ എന്താ പറയാ ഹോമിയോയിൽ കുറെ നാൾ പോകുക, ആയുർവേദം പോകുക. നമ്മൾ എവിടെ നിന്നാണ് ആശ്വാസം കണ്ടെത്താൻ പറ്റുക? കുറച്ച് ദിവസത്തേക്ക് എന്ത് മരുന്ന് കഴിച്ചാലും ഒരു എല്ലാത്തിനും അതിന്റെ കൃത്യമായ മരുന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് വിൽ ഗെറ്റ് റിലീഫ് കിട്ടും അല്ലെ. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അതിനെ ഒന്ന് ശമിപ്പിക്കാൻ പറ്റും. പക്ഷെ ആഫ്റ്റർ ദ ഇഫക്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെഡിസിൻ, നമ്മൾ എന്ത് മെഡിസിൻസ് കഴിച്ചാലും ആ പർട്ടിക്കുലർ മെഡിസിൻസിന്റെ ഇഫക്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിന്റെ റിയൽ ആയിട്ടുള്ള മെഡിസിൻ നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറേയൊക്കെ കഴിയും. അപ്പൊ എന്താണ്, ടൈമും ഇങ്ങനെ കടന്നു പോകും അല്ലെ, സമയം പാസ് ചെയ്തു പോകും. ഇത് ഇങ്ങനെയുള്ള ഈ പറയുന്ന ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് എന്താ പറയാ ചെറിയ പ്രായത്തിലുള്ളവർക്കൊക്കെ ആണെങ്കിലും കുറച്ച് നാളുകൂടി നമ്മുടെ എന്താ പറയാ ലൈഫ് എക്സ്പെക്ടൻസി നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ചില 1-2 പ്രാവശ്യമൊക്കെ തലവേദനയൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മരുന്നൊക്കെ കഴിച്ചു, അപ്പൊ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറ്റിയാന്നറിയോ, ഇപ്പൊ നമ്മളൊരു തലവേദനയൊക്കെ വന്നു, ഒരു പ്രാവശ്യം നമ്മൾ ഇന്ന ഡോക്ടറെ അടുത്ത് പോയി, അപ്പൊ അവിടെ ചെന്നു, കുറച്ച് മരുന്ന് വന്നു, കുറച്ച് ദിവസം കഴിച്ചു, ഓക്കെ, പിന്നെ വന്നു, ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറ്റിയില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി പിടിക്കാന്ന് വിചാരിക്കും, വേറെ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോകും. അപ്പൊ അവർക്ക് അറിയില്ല, അവർ വിചാരിക്കും അത് ആദ്യമായിട്ട് നമ്മൾ വരുന്നതെന്ന് വിചാരിച്ചിട്ട് അത് അവരുടേതായ ഒരു ട്രീറ്റ്മെന്റ്, ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്നുള്ള പോലെ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ അവരും ഇതുപോലെ തന്നെ കുറച്ച് മരുന്നൊക്കെ കൊടുത്തിരും. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും നമ്മൾ അല്ലെ. അപ്പൊ ഇത്തരം ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഒത്തിരി മാറാത്ത പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താ പറയാ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ കേട്ടിട്ട് അവിടെ നിന്ന് സജസ്റ്റ് ചെയ്യുന്നവരായിരിക്കും ഈ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരിക. നേരിട്ട് ഓടി വരില്ല. ഇപ്പൊ എനിക്ക് എവിടെയെങ്കിലും വേദന എടുത്തു, ഞാൻ ഓടിച്ചെന്ന് അത് ക്യാൻസർ ആയിരിക്കും എന്ന് വെച്ചാൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകാൻ പറ്റുമോ? ഇല്ല. അത് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അവിടേക്ക് എത്തുക. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒരേ ഡോക്ടറെ തന്നെ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്താണ്, ഇത് ഇത്രയും മരുന്നുകളൊക്കെ ഞാൻ കൊടുത്തു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തു, സോ എന്നിട്ടും ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴവർ പറയും ഇന്ന ആളെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്ക്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ എന്ന് അവർ വേണമെങ്കിൽ പ്രിഫർ ചെയ്യും, നമ്മളോട് റെഫർ ചെയ്ത് പറയും. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മളെ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോയി കൺസൾട്ട് ചെയ്യാം. അപ്പൊ ഡോക്ടേഴ്സ് ഇത്തരം ഡിപ്പാർട്ട്മെന്റിൽ ദേ ഓൾസോ റിമൂവ് ട്യൂമേഴ്സ്. ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ആണെന്നല്ല, ട്യൂമർ എന്ന് പറഞ്ഞാൽ മുഴയാണ്. ചില ആൾക്കാർ അതിനെ ഇങ്ങനെ എന്താ പറയാ മനസ്സിലാക്കാതെ പറയുന്നവരുണ്ട്. അപ്പൊ എല്ലാ ട്യൂമേഴ്സും എന്താ പറയാ ക്യാൻസർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സം മേ നോട്ട് ബി ഹാംഫുൾ ടു അവർ ഹെൽത്ത്. നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹാംഫുൾ ആയത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിമൂവ് ചെയ്യുന്നു, അത് ടെസ്റ്റുകൾ നടത്തി റിമൂവ് ചെയ്ത് കളയുന്നു. ലെസ്സും ആണെങ്കിലും, അതായത് ഉപദ്രവകാരി അല്ലെങ്കിലും നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു അബ്നോർമൽ ഗ്രോത്ത് ഒക്കെ വരും. ചിലരുടെ ശരീരത്തിലൊക്കെ സിസ്റ്റ് പോലെയൊക്കെ വരുമല്ലോ,
അതൊരു അബ്നോർമൽ ഗ്രോത്ത് ആണ്. ആവശ്യമില്ലാത്ത ഏതൊരു ഭാഗത്തുണ്ടാകുന്ന ഇന്നർ ഓർഗൻസിൽ ഉണ്ടാകുന്ന ചില വളർച്ചകളാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അത് ഹാംഫുൾ ആണ് എന്ന് നോക്കിയതിന് ശേഷം, ഹാംഫുൾ ആണെങ്കിൽ അത് എന്താണ് ക്യാൻസറിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. പിന്നെ മാത്രമല്ല ഇത്തരം റിമൂവ് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്തെടുക്കുന്ന ട്യൂമേഴ്സ് ഷുഡ് ബി സെൻഡ് ഫോർ ബയോപ്സി. അത് ബയോപ്സിക്ക് അയക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ട് ബയോപ്സിക്ക് അയക്കുന്ന, വെദർ ടു ഫൈൻഡ് ദ ട്യൂമർ ഈസ് ഹാംഫുൾ ഓർ നോട്ട്, അത് ഉപദ്രവകാരിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബയോപ്സിക്ക് അയക്കുക. ബയോപ്സിക്ക് അയക്കുന്നതെല്ലാം തന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് റിസൾട്ട് തിരിച്ചു വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലത് ക്യാൻസർ ഒന്നും ആയിരിക്കില്ല, ചിലത് അബ്നോർമൽ ഒരു ഗ്രോത്ത് ആയിരിക്കും. ഇനി ഓൾസോ ദിസ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് കവേഴ്സ് മേജർ ഏരിയാസ്. വീണ്ടും അവർ കവർ ചെയ്യുന്ന വേറെ വ്യത്യസ്ത തരത്തിലുള്ള ഏരിയാസ് എന്ന് പറയുന്നത് മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. എന്താണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ? ദ ട്രീറ്റ്മെന്റ് ഫോർ ദിസ് ഇൻ ദിസ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ഇത്തരം രോഗങ്ങൾക്ക് മെഡിസിൻസിലൂടെ മാത്രം എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുക. മെഡിസിൻസും അതുപോലെ തന്നെ കീമോതെറാപ്പി മാത്രം കൊടുത്ത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുന്ന ഒരു വിഭാഗമാണ് മെഡിക്കൽ ഓങ്കോളജി. 3 എണ്ണം ഉണ്ട് കേട്ടോ. മെഡിക്കൽ ഓങ്കോളജിയിലാണ് ഇത് വരുന്നത്. ഏത് മെഡിസിൻസ് കൊടുക്കുക അല്ലെങ്കിൽ കീമോതെറാപ്പി പ്രൊവൈഡ് ചെയ്ത് അത് ക്യൂർ ചെയ്യുന്ന ഒരു അവസ്ഥ. ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ അത്രയും മതിയാകും. ഓക്കെ, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? സർജിക്കൽ ഓങ്കോളജിയാണ്. സർജറി വേണ്ടി വരും. സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഓങ്കോളജി ഇൻക്ലൂഡിങ് ബയോപ്സി ഉണ്ട്, സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്, നമ്മുടെ ഉള്ളിലുള്ള ട്യൂമേഴ്സിനെയൊക്കെ റിസെക്ട് ചെയ്ത, അതായത് വിഭജിച്ച് അങ്ങനെ കളയുന്ന, ഉടച്ചൊക്കെ കളയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സർജിക്കൽ തെറാപ്പിയിൽ ഓങ്കോളജിയിലാണ് വരിക. നെക്സ്റ്റ് വൺ റേഡിയേഷൻ ഓങ്കോളജിയാണ്. അത് റേഡിയേഷൻ തെറാപ്പി എന്ത് ചെയ്യുന്നു? നമ്മളുടെ നല്ല ഹൈ എനർജി ആയിട്ടുള്ള റേഡിയേഷൻ കടത്തി ശരീരത്തിലേക്ക് വിട്ടിട്ട് നമ്മുടെ ആ സെൽസിലുള്ള ക്യാൻസേഴ്സിന്റെ സെൽസുകളെയൊക്കെ കരിയിച്ച് കളയുന്ന ഒരു ഓങ്കോളജിയാണ് റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ 3 ടൈപ്സ് ഓഫ് ഏരിയാസ് ആണ് നമ്മുടെ ഓങ്കോളജിയിൽ വരിക. മെഡിക്കൽ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വേർഡിൽ നിന്ന് യു ഹാവ് ടു ഐഡന്റിഫൈ ഓൺലി പ്രൊവൈഡിങ് മെഡിസിൻ ആൻഡ് കീമോതെറാപ്പി. 2 മാത്രമേ കൊടുക്കുന്നുള്ളൂ. സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആൾസോ ഡൺ ഇൻക്ലൂഡിംഗ് ബയോപ്സി ആൻഡ് സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. റേഡിയേഷൻ ഓങ്കോളജിയിൽ വരുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയേഷൻ തെറാപ്പിയിൽ അവര് കെയർഫുൾ ആയിട്ട് ഒരു ഹൈ ഡോസ് ഓഫ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലേക്ക് ടു കിൽ ദ ക്യാൻസർ സെൽസ്. ക്ലിയർ ആണോ? മനസ്സിലായോ ഓങ്കോളജി എന്താന്ന്? ഓങ്കോളജിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ നോട്ട്സ് ഒന്നുമില്ല. ബയോപ്സി ഒക്കെ എന്താണെന്നറിയാലോ? ക്യാൻസർ രോഗനിർണയം നടത്താനുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് അല്ലെ? ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റിംഗ് രീതിയാണ് ബയോപ്സി എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ആ ഒരു ഭാഗത്തില്ല. നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് വരൂലേ നെക്സ്റ്റ് ഡേ? ഓക്കെ, സോ അഭിനന്ദ സേഫ് ആയോ? അഭിനന്ദ ഓക്കെ ആണോ? അഭിനന്ദ പോയാ? ഓക്കെ, അപ്പൊ ടേക്ക് കെയർ എല്ലാവരും. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ഡേ. താങ്ക് യു. ഓക്കെ ഓക്കെ പറഞ്ഞാൽ മതി.